ഹലോ ഗായ്സ്, വെൽക്കം ടു ഹാപ്പി ഹാനാസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും പപ്പായും കൂടെ ഹോട്ട് ആൻഡ് സവർ ചിക്കൻ സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ഹോട്ട് ആൻഡ് സവർ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ക്യാരറ്റ് അരിഞ്ഞത്, സവോള, പിന്നെ ഇഞ്ചിയും ഗാർലിക്കും കൂടെ പേസ്റ്റ് പോലാക്കി ചോപ്പ് ചെയ്ത്, ഇത് ചിക്കൻ. ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഒരു കുക്കർ എടുക്കുക, ഇതിനകത്ത് ഒരു 5 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. 3 4 5 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. എല്ലാ ഇൻഗ്രീഡിയൻസും ഇടാം. ഞാനുണ്ടെങ്കിൽ ചിക്കൻ എന്നെ നമുക്ക് ക്യാരറ്റ് ഇടാം. അത് കഴിഞ്ഞിട്ട് സവാള, പിന്നെ കുറച്ച് ഇഞ്ചിയും ഗാർലിക്കും കൂടെ ചോപ്പ് ചെയ്ത് പേസ്റ്റ് കൊടുത്ത് ഇതിപ്പോ ഫ്രഷ്ലി ഗ്രൈൻഡ് ചെയ്ത് എടുത്തതാണ്. കുരുമുളക് പൊടി നമുക്ക് ഇതൊരു 2 സ്പൂൺസ് ഇടാം. നമുക്ക് ഇതൊരു 5 വിസില് വേണം. ഇത് കുക്ക് ചെയ്ത് അപ്പൊ നമുക്കൊരു 5 വിസിലിന് വെക്കാം. ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഉള്ളിയുടെ തണ്ടാണ്. ഇത് നമുക്ക് അരിഞ്ഞ് അത് വേവുന്ന സമയം 5 വിസിൽ അടിക്കുന്നവരെ അതിന്റെ മുമ്പ് നമുക്ക് ഇതൊക്കെ അരിഞ്ഞ് വെക്കാം. So beautiful, so elegant, just looking like a wow. ഇത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച്, നമ്മൾ കണ്ടില്ലേ, അത് ചോപ്പ് ചെയ്ത് വെച്ചാണ്. ഇത് പയറ്, കുറച്ച് ക്യാരറ്റ്, പിന്നെ ഉള്ളിയുടെ സ്റ്റെമ്പ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പം കോൺഫ്ലവർ ഒരു സ്പൂൺ പൊടി ഈ ബൗളിനകത്ത് ഇടണം. ഇനി ഒരു ഗ്ലാസ് വെള്ളം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഈ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യണം. നല്ല ഇതെല്ലാം പിന്നെ ഇത് സോയാ സോസ് നമ്മൾ ലാസ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. ഇത് അപ്പം ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മള് ചിക്കൻ മാത്രമായിട്ട് ഈ വെള്ളത്തിന്ന് വെച്ചാൽ ഇത് സൂപ്പിന്റെ ഒരു മിക്സ്ചറിന്ന് നമ്മള് മാറ്റണം. ഈ വെള്ളം കളയല്. ഇതാണ് നമ്മൾ സ്റ്റോക്കായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു പീസും പിന്നെ ബോൺസ് ഒക്കെ അങ്ങോട്ടും സെപ്പറേറ്റ് ഒക്കെ ആക്കാൻ വേണ്ടിയാണ്. ബോൺസുള്ള ചിക്കൻ സൂപ്പ് ഇല്ലല്ലോ. ചിക്കന്റെ സ്റ്റോക്കും ഇത് വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ആണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പ് ചോപ്പ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഓർമ്മയില്ലേ, അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി കൂടെ ചോപ്പ് ചെയ്തായിരുന്നു, അത് കാണിച്ചില്ല. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഈ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ടു, പിന്നെ പയറിട്ടു, ഇനിയും ആ ഉള്ളിയുടെ സ്റ്റെമ്പിടാം. ഇനി ലാസ്റ്റ് നമുക്ക് ആ ഇഞ്ചിയും കൂടാം. അങ്ങനെ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് വൈൻ്റെ ഒരു പരിവായിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനിയും ആ ഒരു പരിചയം നല്ല വരുമ്പം നമുക്ക് ഇവിടെ വെച്ചേക്കുന്ന ഈ സ്റ്റോക്ക് ആണെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇത് നല്ല വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റോക്ക് ആണെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ഒഴിക്കാം.
Wow, very lovely. Wow, നല്ലായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ചെറുതായി സ്റ്റർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റോക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചിക്കനും കൂടെ ഇടാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഒന്നും കൂടെ അതെല്ലാം കൂടെ കമ്പൈൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് സ്റ്റർ ചെയ്യും. ഇനി നമുക്ക് എരി എങ്ങാണം നോക്കി ടേസ്റ്റ് നോക്കിയിട്ട് എരി ഇല്ലെങ്കിൽ ഒരു ഇച്ചിരി കുറച്ച് കുരുമുളക് പൊടി ഇട്ടാൽ മതി. എരി നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇനി നമുക്ക് ആ ഒരു സൂപ്പിന്റെ കളറൊക്കെ ആയിട്ട് വേണ്ടേ, അപ്പൊ നമുക്ക് കുറച്ച് സോയ് സോസ് ഒഴിക്കാം. ഒരു സ്പൂൺ സോയ് സോസ് മതി അതിൻ്റെ ഒരു കളറും ഫ്ലേവറൊക്കെ കിട്ടാൻ. ഒരു 1.5 സ്പൂൺ മതിയാവും, 1-2. നമ്മളൊന്ന് ഒഴിച്ച് സോയ് സോസ് ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് സ്റ്റർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പുളിയും ഒരു ഇതൊക്കെ ഫ്ലേവർ പോലെ വേണ്ടേ, അപ്പം അതിന് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കാം. അതും ഒരു 1-1.5 സ്പൂൺ മതി. ഇനിയും മുമ്പ് നമ്മൾ സ്റ്റർ ചെയ്ത് വെച്ച കോൺഫ്ലവർ ഇല്ലേ, അപ്പം അതാണെങ്കിൽ നമുക്ക് കുറച്ച് വെച്ചെടുക്കാം. ഇച്ചിരി മതി. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഒരു ചെറുതായിട്ട് സ്റ്റർ ചെയ്യാം. പിന്നെ ഇതിന് ഉപ്പോ ചിലപ്പോൾ കാണത്തില്ല, അത് ഇട്ട് കൊടുക്കുക. നമ്മൾ ഉപ്പുണ്ടായിരുന്നു. പിന്നെ ഈ മുട്ട നമുക്ക് വേണമെങ്കിൽ ഇടാം, ഇങ്ങനെ ഡയറക്റ്റ്ലി പൊട്ടിച്ചൊഴിച്ച്. അത് ഓപ്ഷണലാണ്, ഞങ്ങൾ ഇടുന്നില്ല. നമ്മൾ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് പഞ്ചസാര. സൂപ്പ് അങ്ങനെ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ഫൈനലി നമ്മുടെ ഹോട്ട് ആൻഡ് സവർ ചിക്കൻ സൂപ്പ് റെഡി. ഈ സൂപ്പ് നിങ്ങൾ മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. താങ്ക് യു, ബൈ.